ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ സോനുവിനെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഇതാ ഇവിടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഡേ ഒക്കെ നേരത്തെ തുടങ്ങി ഞാനിവിടെ സോനുവിനെ സ്കൂളിലേക്ക് വിടുമ്പോൾ അവനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു വിടണം. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ നേരത്തെ വന്നിരുന്നു. അവനെ കൊണ്ടാക്കി വന്നതിന് ശേഷമുള്ള കാര്യമാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. സോനു ഇപ്പോൾ LKG കേട്ടോ പഠിക്കുന്നത്. ഞാൻ സോനുവിനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് വരുന്ന സമയത്ത് ചിക്കൻ കണ്ടപ്പോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കനാണെന്ന് കറി വെക്കാൻ വിചാരിക്കുന്ന ചോറിന്. ഇവിടെ ചിക്കൻ്റെ ഇപ്പോൾ 1 കിലോക്ക് 160 രൂപയാണ് കേട്ടോ. എത്ര ആൾക്ക് ഈ ചിക്കൻ വെക്കുന്ന വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ചിക്കൻ്റെ വില അറിയാം? ഞാൻ സ്വന്തം വാങ്ങുന്നതുകൊണ്ട് എനിക്കറിയാം കേട്ടോ എത്രയാണ് മാർക്കറ്റിലെ വില, ഇന്നത്തെ വില എന്നൊക്കെ. അങ്ങനെ ചിക്കനൊക്കെ വാങ്ങി ചിക്കനൊക്കെ ഇതാ ക്ലീൻ ചെയ്ത് കഴുകി നല്ല വൃത്തിയാക്കി വെക്കുക. അപ്പോൾ ചിക്കൻ കറി വെക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ പ്ലാൻ അങ്ങ് മാറ്റിയിട്ടോ. അപ്പോൾ എല്ലാ പച്ചക്കറിയും ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പച്ചക്കറി എന്ത് വെക്കും? ചിക്കൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഉപ്പേരി, അല്ലെങ്കിൽ പച്ചക്കറി വെക്കുകയാണെങ്കിൽ ചിക്കൻ പൊരിക്കുക, അങ്ങനെ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ പച്ചക്കറി എല്ലാം കൂടി ചേർത്തിട്ട് തേങ്ങ അരച്ചിട്ട് ഒരു കറി ഉണ്ടാക്കി. പിന്നെ ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അത് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പുതിയൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തതൊക്കെ ഞാൻ പറയുന്നുണ്ട്. വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ മറക്കണ്ട കേട്ടോ ലൈക്ക് ചെയ്യാൻ. അത് ഞാനും പറയാൻ വിട്ടുപോയി നേരത്തെ. പോട്ടെ, എന്തായാലും ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഒരു കുഞ്ഞു വ്ളോഗാണ്. ഞാൻ എന്തായാലും വീഡിയോ എടുത്ത് തുടങ്ങി പകുതി ആയപ്പോഴാണ് കറണ്ടൊക്കെ പോയി. അപ്പോൾ പിന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. എന്തായാലും എടുത്തു വെച്ചതല്ല, അത് ഡിലീറ്റ് ആക്കണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നനച്ചുള്ളി ഭാഗമായിട്ട് ഓരോ പണികൾ കുറച്ചായിട്ടാണ് ഞാൻ ചെയ്തു വരുന്നത്. അപ്പോൾ നമ്മളെ സോഫയിലുള്ള ആ വിരിയൊക്കെ ഒന്ന് എടുത്തിട്ട് അലക്കാൻ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പിന്നെ സോനു ഒക്കെ മാക്സിമം അലങ്കോലാക്കിയിട്ടുണ്ട്. പിന്നെ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടുക. അടിച്ചു വാരുന്നതിന് മുന്നേ ആയിട്ടുള്ള കുറേ കലാപരിപാടികളുണ്ടല്ലോ, അവിടെ ഇവിടെയും വലിച്ചിട്ടതും കാര്യങ്ങളും ഒരുപാട് പിന്നെ പറ്റുന്ന പോലെയൊക്കെ കൊളാക്കി തരലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കിയിടുക. എന്നിട്ട് അടിച്ചു വാരുക, തുടക്കുക, ഇത്രയും പണികളൊക്കെയാണ് ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫോണിൽ ഏകദേശം ചാർജൊക്കെ കുറഞ്ഞ് വന്നിരുന്നു. ഫോണിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതായതുകൊണ്ട്. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി. കുറേ പണികളൊക്കെ തീർത്തത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ നമ്മൾ ഈ റാക്കിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വീണ്ടും അതിൻ്റെ ഇടയിൽ ചായ കുടിക്കണതും വെള്ളം കുടിക്കണതും കാര്യങ്ങൾക്കൊക്കെ എടുക്കുന്ന പാത്രങ്ങളൊക്കെ പരന്നുകൊണ്ടിരിക്കണതൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അമ്മീനൊന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് ഓന് സ്കൂൾ പോകണ്ടില്ലായിരുന്നു. ഓനും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പണികൾക്കൊക്കെ ഓന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എക്സാം ആയതുകൊണ്ട് തന്നെ കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഗ്യാസൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗ്യാസിൻ്റെ സ്ഥാനമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ടേബിളും അടുക്കളയിൽ കുറേ സാധനങ്ങൾ കൂടിയിട്ടുണ്ടല്ലോ. നമുക്ക് സ്ഥിരം വീഡിയോ കാണുന്നവർക്കാണെങ്കിലും മനസ്സിലാവും അടുക്കളയിൽ കുറേ മാറ്റം വന്നിട്ടുണ്ട്. എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. പലരും കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് എന്താ പറയാത്തതെന്നൊക്കെ. ഏതായാലും നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ഉടനെ ഒരു വീഡിയോ എന്തായാലും ഇടും കേട്ടോ. പിന്നെ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാനുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിൽ. അത് തീരൂല. പിന്നെ ഇപ്പോൾ ഇതാ ഞാൻ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ ആണ് വെക്കണത്. അപ്പോൾ ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടാണ് പൊരിക്കുന്നത്. ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം. ചിക്കൻ ഞാൻ ലാസ്റ്റ് എല്ലാവരും ഭക്ഷണം കഴിക്കണതിൻ്റെ കുറച്ച് മുന്നായിട്ടാണ് പൊരിക്കാൻ വേണ്ടി പൊരിക്കാൻ വെച്ചിട്ടുള്ളത്. കാരണം മസാല ആക്കി ഉടനെ പൊരിച്ച് വെച്ചിട്ടില്ല കേട്ടോ. മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ട് തന്നെ ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2-3 പ്രൊജക്റ്റുകൾ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നിപ്പോൾ നമ്മളിതുപോലെ ഡ്രസ്സുകൾ, തുണികൾ സെയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും ഉണ്ട്. ഡയറക്റ്റ് സെയിലിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചു ഏതായാലും നമുക്ക് യൂട്യൂബിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്താം. വേണ്ടവർക്ക് കൊറിയറായിട്ട് ചെയ്തു തരാം. ഡെലിവറി അവൈലബിൾ ആണ്. വേണ്ട ഇഷ്ടപ്പെട്ട നൈറ്റികൾ ആവശ്യമുള്ളവർക്ക് എത്തിച്ച് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നൈറ്റി തുണികളൊക്കെ തുണികൾ സെലക്ട് ചെയ്തിട്ട് അത് വേണമെങ്കിൽ നൈറ്റി ആയിട്ട് തയ്ച്ച് കൊടുക്കുന്ന ആ ഒരു പരിപാടിയുണ്ട്. ഇതിപ്പോൾ തുണി മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി തുണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല നല്ല സെലക്ഷനൊക്കെ അത്യാവശ്യം നല്ല നല്ല സെലക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുണിത്തരങ്ങളുണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നമുക്ക് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ തരാം. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നല്ല അടിപൊളി നൈറ്റികൾ ഡെയിലി പുതിയ സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കളക്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ
നല്ല തുണിയും കൂടെയാണ് കേട്ടോ. ഈ ഒരു നെയ്റ്റിൻ്റെയൊക്കെ തുണി പറയണത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഒരു തുണിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ വേണ്ടവർ എന്തായാലും നമ്മളെ കമൻറ്റിൽ വിവരം അറിയിക്കുക. കൊറിയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ ഏം, നമുക്ക് നെയ്റ്റിക്ക് വേണ്ട തുണികൾ കാണിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ ആ അളവിൽ നമ്മൾ എന്താക്കും, നെയ്റ്റിയൊക്കെ തയ്ച്ച് തരും. ആ ഒരു സെലക്ട് ചെയ്തിട്ടുള്ള തുണിയിൽ നെയ്റ്റി തയ്ച്ച് തരും. പിന്നെ അതേ നെയ്റ്റി തുണി വെച്ചിട്ട് തന്നെ ചുരിദാർ ടോപ്പുകളായിട്ടും പല മോഡലുകളിലും തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ വീഡിയോ ആയിട്ട് ഞാൻ ഷോർട്ട് വീഡിയോയിലാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നെയ്റ്റികളെ കളക്ഷന് ഒരു 5-8 ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് പ്രതികരണം നമുക്ക് ഓൺലൈൻ വഴി നിന്ന് അറിഞ്ഞിട്ട് വേണം ബാക്കി കൂടെ വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വേണ്ട. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.